ഇപ്പോഴെങ്ങനെയുണ്ടാ കള്ള സുവാർ വേണ്ടാത്തതിന് മേല് വേണമെന്ന് മനസ്സിലായില്ലേ? ദാദയാണ് പറയണേ, വെറും ദാദയല്ല, ഭൂമൂക്കാ ദാദ, ഗുലാം മുഹമ്മദ് കരീം ദാദ. നമ്മളെ ശിഷ്യൻ ലംബുവിനോട് കളിച്ചാൽ ആ കളി തീക്കളിയായിരിക്കും. മോനെ ലംബു മതി, നിർത്ത്, ഇനി തല്ലല്ലേ, ഇനി തച്ച ചത്തു. വാ അങ്ങോട്ട് ഇറങ്ങി വാ, അങ്ങോട്ട് ഇറങ്ങി വാ. തല്ലുകാരനെന്നൊരു ദുഷ്പേര് നാട്ടുകാർക്കിടയിൽ എനിക്കുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കാന്ന് വെച്ചാൽ നീ ഒന്നും സമ്മതിക്കത്തില്ല അല്ലടാ. എന്താ ഇവിടെ? അങ്ങനെ സാറിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിക്കേ, പറയാം. കാര്യം ഞങ്ങൾ ആരുടെ മുഖത്ത് നോക്കി പറയും, ഇല്ല ലംബു? പിന്നെ അല്ലാതെ. എന്നാ പറഞ്ഞു തൊലക്കടോ, മനുഷ്യന് വേറെ പണിയുണ്ട്. അതൊരു ശരിയായ പണിയല്ല. എന്താ? നമ്മൾ ഈ പണിയിൽ ഇടപെട്ട് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ സാറിന് വേറൊരു പണിയുണ്ടെന്ന് പറയുന്ന പണിയുണ്ടല്ലോ, അത് ശരിയായ പണിയല്ല എന്ന്. സാർ ഈ പണിയൊക്കെ തീർത്തിട്ട് സാറിന് വേറെ പണി ഉണ്ടെങ്കിൽ ആ പണി തീർക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി തീർക്കാമല്ലോ. അല്ലാതെ എന്താ പ്രശ്നം എന്ന് വെച്ചാ പറയാൻ. പ്രശ്നം ഒരു ലേഡീസ് കരഞ്ഞു. എന്താ? അതെ സാർ, ബസ്സിൽ ഒരു കന്യക കരഞ്ഞു. ആ കന്യകയുടെ പ്രശ്നം ആരോ പിടിച്ചെന്ന് പറഞ്ഞാണ് കരച്ചില്. തൊട്ടടുത്ത് നിന്നിരുന്ന ഇവനോട് ഞാൻ ചോദിച്ചു, താങ്കളാണോ ഈ പ്രശ്നം പിടിച്ച മനുഷ്യനെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി അയാൾ എന്റെ നേരെ തട്ടിക്കയറുന്നു, എന്റെ കൈ കയറി പിടിക്കുന്നു. പിന്നെ പ്രശ്നം പെരുത്ത സമയം വേണോ? ലംബുവിന്റെ മേത്ത് ആര് തൊട്ടാലും എന്താ ആടി ഉറപ്പല്ലേ? എന്റെ ഈശ്വര, മോനെ ലംബു, ഞാൻ ഒരു സത്യം പറയട്ടെ. നിങ്ങൾ ഇന്നോളം സത്യം പറഞ്ഞിട്ടുണ്ടോ എന്റെ ഭായി? പടച്ചു വരണേ, എനിക്കൊരു നിർബന്ധമുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സത്യം പറയുമ്പോ അതിന്റെ ലംബുവിനോട് തന്നെ ആയിരിക്കണം. എന്റെ സമയദോഷം, പറഞ്ഞോളൂ. ലേഡീസിന്റെ പ്രശ്നത്തിൽ കൈവച്ചില്ലേ, അത് ഞാനായിരുന്നു. ദാദ ഇങ്ങനെ പിണങ്ങി കിടന്ന അച്ചുകുട്ടിക്ക് സങ്കടം വരും. അപ്പൊ ഈ ചെയ്ത പണിയോ എന്റെ മൂന്നൊക്കെ ഇടുക, അതും എമ്മായിരടല്. എടോ ബൊമ്പായിന്ന് ഒന്ന് കൊന്തടന്നല്ല എ ക്ലാസ് അടിയിട്ടിട്ട് എനിക്ക്, പക്ഷെ ഇജാതി അടിയിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ എന്നെക്കാളും വയസ്സിന് മൂത്ത ആളല്ലേ. ആ, വയസ്സിന് മൂപ്പണ്ടെന്ന കാര്യം ഉറപ്പല്ലേ? ആ, ഒന്നോ രണ്ടോ ഉണ്ടാവും വെച്ചോ മതി. പക്ഷെ തോന്നിയാസം കാണിച്ച പ്രായ വ്യത്യാസം നോക്കുന്ന പ്രശ്നമില്ല, അടി ഉറപ്പാ. ഈ എന്നും പറഞ്ഞ എന്നെ വിളിച്ചോണ്ടെന്ന്. എന്താ ഞാൻ വിളിച്ചോണ്ട് വന്നെന്നാ? പിന്നെ എന്റെ കൂടെ ചാടി പുറപ്പെടണ്ടെന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞല്ലേ? അത് ഈ പറയല്ലേ, ഈ നമുക്കല്ലേ, എനിക്ക് ബുദ്ധിയില്ലല്ലോ. എടാ രാഘവട്ട് എന്നെ വിളിച്ച് പറഞ്ഞെന്താണെന്നറിയോ? അച്യുതൻകുട്ടി ഇങ്ങനെ പുറപ്പെടുന്നുണ്ട്, ഒരു ബോഡി ഗാർഡായിട്ട് ദാദ കൂടെ പോണെന്ന്. പിന്നെ ഞാൻ പുറപ്പെടാതിരിക്ക, എന്റെ കുട്ടിയല്ലേ, രണ്ടു കൽപ്പിച്ചാനായിട്ട് കയറി. അതിനിപ്പോ എന്താ പ്രശ്നം? പ്രശ്നം തന്നെ, ബോഡി ഗാർഡിന് മൂന്നക്കിടല. പിന്നെ ലംബോ, എനിക്കൊരു വീക്കെൻഡ്സ് ഉണ്ടെന്ന് എനിക്കറിയാലോ, ഡിൻഡോൾഫിക്ക സുഡാൽഫിക്ക്. ആ വീക്കെൻഡ്സ് ജീവിതത്തിൽ നിന്ന് വരെ എനിക്ക് കിട്ടിയില്ല. അതിവിടെ എനിക്കൊന്ന് അനുഭവിക്കണം. അത് നീ ഒന്ന് സഹായിക്കണേ. സുഡാൽഫി കയ്യോട്ടിന്റെ വിളിക്കുന്നത്. എന്താ പറഞ്ഞേ? ഡിൻഡോൾഫിക്ക സുഡാൽഫിക്ക്. കിട്ടിയില്ല രുണ്ടോൾഫി. സുഡോൾഫിയൊക്കെ ഇപ്പൊ അരഞ്ഞു പോയനെ. നിങ്ങളെ കൊണ്ട് നടന്നാലേ ഞാൻ വന്ന കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. ചേട്ടാ ഒരു മിനിറ്റ്, ഇതാ ഇതെവിടെ? അതൊരു പേപ്പർ എന്റെ കയ്യിൽ തന്നെയല്ലേ, അത് ചോദിക്കാൻ ഇതിലുള്ള ഹോട്ടൽ എവിടാന്ന് ചോദിക്കും. ഈ ഹോട്ടൽ എവിടെ? എന്തിനാ? ബോംബ് വെക്കാൻ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുവോ? അല്ലാതെ അറിയുന്നുണ്ട്, അത് പറഞ്ഞ പോലെ. എന്തിനാ ഇയാളാരാ? നോൺസെൻസ്. പോട്ടെ, തലയ്ക്ക് സുഖമില്ലാത്ത ആളാ. ആർക്കാണ്ട് കാലത്ത് തലക്ക് സുഖമില്ലാത്ത? അല്ല, നിങ്ങൾ എന്നെയും കൊണ്ടേ പോകൂ. ആ, അതത്രേ പോവുള്ളൂ. രാഘവട്ടം പറഞ്ഞേൽപ്പിച്ചാ. മോനെ നീ ധൈര്യമായിട്ടിരി, ഇത് സൂചി കടപ്പുറത്ത് പോയതൊന്നും അല്ലല്ലോ, വലിയൊരു ഹോട്ടലല്ലേ. അത് ഞാൻ കണ്ടുപിടിച്ച് ഏൽപ്പിച്ചു തരാം, പോരെ? വാ വാ. ഈ എന്താണ് ഹോട്ടൽ? എന്തോട്ടല്ല ദാദാ? എന്തേ സംഗതി കൊള്ളാം. ഓ, ഇവിടെ നമുക്ക് വേണ്ടതൊക്കെ കിട്ടും. സുഡാൽഫി. പിന്നെ എന്റെ മോഹങ്ങൾ പൂവയും. എന്തോന്ന് ചോദ്യമാണ് എന്റെ ചേട്ടാ.
ഈ ഗേറ്റ് കടന്ന് നേപ്പാൾ വഴി അങ്ങ് കൊയിലാണ്ടിക്ക് പോകാൻ പറ്റുമോ? ഫ്രണ്ട്സ് ഹോട്ടലിലേക്കുള്ള വഴി അങ്ങോട്ട് പോകുന്നു. എന്താ ദാദാ? പിന്നല്ലാതെ. ആ കണ്ടിട്ട് ഇവിടുത്തെ താമസക്കാരാണെന്ന് തോന്നുന്നില്ലല്ലോ. ആ ഇപ്പൊ അല്ല, ഇവിടുന്ന് അങ്ങോട്ട് ആയിക്കോളും കേട്ടോ. ആ മനസ്സിലായില്ല. എടുക്കണോ കൈ? സെക്യൂരിറ്റിയെ ഭീഷണിപ്പെടുത്തുന്നോ? ഇറങ്ങിപ്പോടാ. അന്ന് കുറുക്കെ പണി ഉണ്ടാക്കല്ലേ, ഓന്റെ ശരീരത്തെ തൊട്ട സ്വഭാവം മാറും. എന്തോ ചെയ്യും? ഇല്ല. കണ്ടാ തോന്നാത്തവന് കൊണ്ടാ മനസ്സിലാവും. മനസ്സിലായോടാ? കണ്ടിട്ട് ഇവിടെ താമസിക്കുന്നവരാണെന്ന് തോന്നുന്നില്ല പോലും. എവിടെ കൊച്ചേ? അതെ, ആ ഗേറ്റ് ഇരിക്കുന്ന കുരങ്ങനുണ്ടല്ലോ, അവനെ ഉടനെ പറഞ്ഞേച്ചേക്ക്. അവനെ മാത്രമല്ല, മാനവും മര്യാദയായിട്ട് ഇവിടെ പണിയെടുക്കാത്ത സകല എണ്ണത്തിനെയും പറഞ്ഞേച്ചേക്ക്. കുട്ടി ഇവിടെ നിന്നോളൂ, കണ്ടോണ്ടിരിക്കാൻ രസമുണ്ടല്ലോ. ഏയ് മിസ്റ്റർ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അയ്യോ, ഞാൻ അത്രക്കാരനല്ല, എനിക്കൊന്നും വേണ്ട. എന്റെ കൂട്ടത്തിൽ ഒരാളുണ്ട്, ദേ ആള് വന്നല്ലേ. ഇയാൾക്ക് താല്പര്യമുണ്ട്. എന്തോന്ന്? ഒന്നുമില്ല, ഓൻ വെറുതെ പറയാ. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടില്ല, ഈ പോയിക്കോ. മനുഷ്യനെ നോക്കി പേടിപ്പിക്കാതെ ഒരു നല്ല മുറിയുടെ ചാവി ഇതാ കൊച്ചേ. റൂമൊന്നും വേക്കന്റ് ഇല്ല. അതിന് കുഴപ്പമില്ല, പറഞ്ഞാ മതി. ഏത് റൂമിൽ നിന്ന് ഏതവനെ വേണേലും വിളിച്ച് പുറത്ത് കളയാം. കാശ് തന്ന് മുറിയെടുത്ത് താമസിക്കുന്നവരെ വലിച്ചു പുറത്തെറിഞ്ഞിട്ട് പകരം കയറ്റി താമസിപ്പിക്കാൻ മാത്രം ഇയാൾ ആര്? ഓ, നമ്മളാര്? മനസ്സിലായില്ല. ഞാനിതിന്റെ വേണ്ടപ്പെട്ട ഒരാളാണ്. ആ, ഞാൻ അതിനേക്കാൾ വേണ്ടപ്പെട്ട ആളാ. ഞാൻ ഈ ഹോട്ടലിന്റെ മുതലാളിയാ. അത് കൊള്ളാം, അത് ഇങ്ങേരാ. എന്റെ മോനെ ഇറങ്ങാൻ നോക്ക്. തന്റെ മകനല്ലടോ, ഈ മഹാന്റെ മകൻ. അതായത് സർവശ്രീ മുല്ലക്കൽ രാമൻ മകൻ ശ്രീധര മേനോൻ എന്ന MRS മേനോന്റെ മകൻ അച്യുതൻകുട്ടി എന്ന അച്ചു. മനസ്സിലായില്ലെങ്കില് അങ്ങേരോട് പോയി പറ, അങ്ങ് ദൂരെ പുല്ലൂരാമ്പാറയില് കുഞ്ഞിലക്ഷ്മി പെറ്റുപോറ്റി മോൻ വന്നിരിക്കുന്നെന്ന്. എവിടെ കയറ്റി കിടത്തണം, എന്തൊക്കെ ചെയ്തു തരണം എന്ന് അദ്ദേഹം പറഞ്ഞു തരും. ഹലോ, ആ, വന്നേ. എന്താ കാര്യം? നിങ്ങൾ വന്നേ പറയട്ടെ. ആ, അതെ, എന്താന്ന്? പറയാ. ആ. ഇവിടെ പലരും വരെയും പോവുകയും ചെയ്യുന്ന സ്ഥലമാണ്. ആ. നമുക്ക് ഇവിടെ നിന്ന് മാറി ഇന്ന് സംസാരിക്കാം. മാറി നിക്കലും രഹസ്യം പറച്ചിലും ഒന്നും വേണ്ട. റൂം ചോദിച്ചാൽ റൂം തരണം. ഓ, റൂം വേണം, അത്രയല്ലേ ഉള്ളൂ. ആ. ഞാൻ ഏറ്റു. ആ സൂട്ട് റൂമിന്റെ താക്കോലും എടുത്തേ. വാ. എടാ ലംബു, നമ്മൾ കേറിയപ്പോഴെ നല്ലൊരു തണുപ്പ് തോന്നുന്നില്ല ഇതില്. എനിക്ക് തോന്നുന്നില്ല. എനിക്കുണ്ട്. ഒന്നും മിണ്ടാണ്ടിരിക്കോ? അതല്ല, പാട്ട് കേൾക്കണ്ടേ? സിനിമ ഉണ്ട് ഇതിനുള്ളില്. ഓ, ആ, എന്ത് പറഞ്ഞാലും ചിരി മാത്രം. സിനിമ ഉണ്ട്. അതാ സിനിമ വിട്ടു പോകണം, ഡ്രിങ്കോൾസും ഒക്കെ. ഇങ്ങോട്ട് ഈ എന്നെ പിടിച്ചടിച്ചോണ്ട് അങ്ങനത്തെ സമയത്ത്. വന്നാട്ടെ, അകത്തിരിക്കാം. ഇരിക്കും. കുടിക്കാൻ മോളെടുക്കട്ടെ? മറ്റവൻ പിന്നല്ലാതെ. ഏതാ? വിസ്കി, ബ്രാൻഡി, റമ്മ്, ജിന്ന്, വോഡ്ക? നല്ല വാറ്റ് കിട്ടൂ. അയ്യോ, അത് വരുത്തിക്കാം. തൽക്കാലം ഒരു അനക്കം കിട്ടാൻ ഇവിടെ ഉള്ളതെന്തെങ്കിലും. നിങ്ങളിപ്പം ബേജാറാവണ്ട, എല്ലാവരും ഒപ്പം ഇങ്ങോട്ട് പോരട്ടെ. അപ്പോ എപ്പോഴാ അച്ഛനെ ഒന്ന് കാണുന്നത്? ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒരു മിനിറ്റ്. ഹലോ, റിസപ്ഷൻ അല്ലേ? ആ, ഞാനാ. വിളിച്ചോ? ഓ, ശരി, പോരും. അല്ല ലംബു, ഇത് കുടിക്കാനും കുളിക്കാനും ഉണ്ട് കേട്ടോ. എല്ലാ ബ്രാൻഡും ഉണ്ട്, ഓ, ഇഷ്ടമുള്ളടത്ത് കഴിക്കാം. അപ്പോ മക്കൾ സന്തോഷമായിട്ടിരിക്കെ, എല്ലാം ഭംഗിയാവും. എല്ലാം ഭംഗിയാവാനാ ഞാൻ പുറപ്പെട്ട് വന്നത്. എന്നാ ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. ഇയാൾ എന്റെ അഭിപ്രായത്തില് നല്ല മനുഷ്യനാ, ഡീസന്റ് ആളാ. ആ. ലംബു, ഇത് എവിടാണ്ട് തുറക്കുക. ആ, നോക്കട്ടെ. നേര് തന്നെ. ഒരു കാര്യം കുറ്റമായി, ഞാൻ ഒന്നും അയാളോട് ചോദിച്ചേ. എന്താ? ജിൻഡോൾവിക്കാ സുഡാൽവിക്കാന്ന്? അതൊന്നും ചോദിക്കാനുള്ള നേരമായിട്ടില്ല. ഇപ്പൊ ഇത് കഴിക്കേ. ഇതൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ? ഉണ്ടാ അങ്ങനെ തോന്നുന്നു. അല്ല, അതെ, ഇതെന്റെ തന്തയാണെങ്കിൽ കണ്ടുടനെ അച്ഛാ മക എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് രണ്ടും കൂടി ബംഗ്ലാവിലേക്ക് പോണതിന് മുമ്പ് ഇന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഏർപ്പാടാക്കിട്ട് പോണേ. എന്റെ കുട്ടിയല്ലേ. ഓ, ഈ അറബിക്കടലോരം അമ്മ അമ്മ ആരായി? നീയാണോടാ മെന്റൽ ഹോസ്പിറ്റലിൽ ചാടി വന്നത്? ഞാനല്ല. പിന്നെ അത് ശരി, നിങ്ങൾ എടുക്കേണ്ട വിളി ഇപ്പൊ എന്നെ ഏൽപ്പിക്ക.
പോയി തെരഞ്ഞു പിടിച്ചോളിന്ന്. ഇപ്പോഴേ ഷേപ്പ് അബ്നോർമലാ. എന്റെ കൈ കൊണ്ടോ തന്നാലുണ്ടല്ലോ. ആരാടാ അവിടെ? ഇനിയുണ്ട്. നിങ്ങൾ എത്ര പേരാടാ ചാടിയത്? അവിടെ പോലീസ് ഇത്തിരി മുറ്റിയ സൈസാണല്ലോ. നിങ്ങളെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ആരും വിളിപ്പിച്ചതല്ലേ, വന്നു എന്ന് കേട്ടപ്പോ ഒന്ന് കണ്ട് കുശലം അന്വേഷിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാ. ഏത് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നാ ചാടിയേ? ഞങ്ങള് ഭ്രാന്ത് ആസ്പത്രിന്ന് ചാടിയതല്ല എന്ന് പറഞ്ഞില്ലേ? ഓ, അപ്പൊ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോ അവര് വന്ന് വാതില് തുറന്ന് തന്നതായിരിക്കും. ഇറങ്ങടാ, എടാ ഇങ്ങോട്ട് വരാൻ. ദേ, എടാ പോടാന്ന് വിളിക്കാനും പോലീസുമാരെ കാണിക്കാനും ഒന്നും നിക്കല്ലേ. ഇയാളെന്റെ സുഹൃത്താ. പിന്നെ ഞാൻ ഈ ഹോട്ടലിന്റെ ഓണറുടെ മകനാ. ഇത് തന്നെയാണ് ഈ അസുഖത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. കുറെ കഴിയുമ്പോ നീ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആകും. ഭ്രാന്തന്മാരെ ഞങ്ങൾ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലോ. പോയി കിടക്കാൻ വേറെ സ്ഥലം ഉണ്ടാ. ഇങ്ങോട്ട് പറ. നല്ല ബോഡി ഗാർഡ് ഓടുക. ബോഡി ഗാർഡൊക്കെ പിന്നെ പോലെ സ്വന്തം ബോഡി എന്താണ് പേര്? എവിടെ താമസം? പ്രേതം കൂടെ പന്തിന്റെ പിന്നാലല്ലോ. ഈ പിശാചിനെ കുറിച്ച് ചങ്ങല കിട്ടിയോ? രണ്ടിടത്തിന് ഞാനിപ്പോ ചങ്ങലക്കിടൂടാ. ആരാടാ? എന്റെ പണി നോക്കടാ. ഇന്ന് രണ്ടെണ്ണത്തിന് ഞാൻ പിടിക്കൂ. അനങ്ങി പോകരുത്, അവിടെ നിൽക്കാൻ. ഇതെന്താണെന്ന് കണ്ടോ? ലാത്തി. ഇതിലും വലുതുണ്ട്. എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. അനങ്ങണ്ട അനങ്ങണ്ട, അവിടെ നിൽക്കണ. വേണ്ട വേണ്ട വേണ്ട, മുന്നോട്ട് വരണ്ട. അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. എടാ അവിടെ നിൽക്കാൻ. ദൈവമേ, കൂടുള്ള കാലമാര് വലിഞ്ഞോ? അയ്യോ, അയ്യോ. നിക്കടലും ഒന്നും കൂടി കാണട്ടെ. എടാ, പല ഭ്രാന്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടടാ. ഈ ഓട്ടയിൽ കൂടെ നോക്കുന്ന ഭ്രാന്തനെ ഞാൻ ഇന്നാ കാണുന്നത്. അടക്കോട്ടെ. ഓ, ഞാൻ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് പോരെ. ഭ്രാന്തന്മാർക്ക് വിലസാൻ കണ്ട ഒരു സ്ഥലം. സാറേ പോണേ? അമ്മായിയമ്മയുടെ വീട്ടിലേക്ക്. സാറിന്റെ അടക്കടാ അങ്ങോട്ട്. സാറേ അങ്ങോട്ട് പോയല്ലേ, ഓന്റെ തലി കൈവെക്കല്ലേ. ഒന്ന് സാറേ ഒന്ന് പറഞ്ഞത് കേക്ക്. എന്താടാ? സാറേ ലംബൂനെ തല്ലല്ലേ. ഓനെ തച്ച സംഗതി ചള കൊള്ളാവും. വേണേ ഇന്നെ തച്ചോ, ഞാൻ ചാവുന്ന തരം നിന്ന് തരാം. SI സാറിന് നീ ക്ലാസ് എടുക്കുന്നോടാ, ബ്ലഡി റാസ്കൽ. ആദ്യ കൊണ്ടുമ്പോ നീ കിടന്ന് ചിരിക്കുന്നോടാ. ദൈവമേ, വട്ട് കൂടിയോ? എന്താടാ വിളിക്കുന്നത്? ഞാൻ സാറടിച്ചിരിക്കല്ല. നിങ്ങൾ SI സാർ വലിയ ഗവേല അങ്ങോട്ട് പോയിട്ടുണ്ട്. അയാൾക്ക് കൊള്ളാൻ പോണ അരി ആലോചിച്ച് ചിരിച്ചു പോയതാണ്. എന്താണ് ഇങ്ങനെ വിട്ടിക്കണി? ഇടി സാറാ ഇടി. എണീക്കടാ, എണീക്കാൻ. നീ പോലീസുകാരെ നോക്കി പേടിപ്പിക്കും, തല്ലും. എന്നെ തല്ലരുത്. എന്തോ? പോലീസുകാരെ തല്ലു കൊള്ളാൻ വേണ്ടി ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഒന്നും മോഷിച്ചിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ തന്ത തേടി വന്നതാണ് ഈ ടൗണിൽ ഞാൻ. പുല്ലേ, ആരാടാ നിന്റെ തന്ത? സാറന്മാരൊക്കെ അറിയുമായിരിക്കും. ഈ ടൗണിൽ അത്രയ്ക്ക് അറിയപ്പെടുന്നവനാ അദ്ദേഹം. മുല്ലക്കൽ രാമൻ മകൻ ശ്രീധര മേനോൻ, MRS മേനോൻ.
നീ വിളിച്ചു പോകുന്നതിന്റെ ഗൗരവം വല്ലതും നിനക്കറിയാമോ? നന്നായിട്ട് അറിയാം. പക്ഷെ സത്യമാണ് സാർ. ആ സത്യം അറിയേണ്ടടത്തെന്ന് അറിഞ്ഞിട്ടാ പുല്ലൂരാമ്പാറയെന്ന് ഞാൻ പുറപ്പെട്ടത്. നിങ്ങൾ എല്ലാരും കൂടെ തല്ലി കൊന്നാലും ശരി, ഞാൻ ഈ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അയാളെ കാണുകയും ചെയ്യും, എന്റെ തന്തെ. അപ്പോ മിസ്റ്റർ മേനോനെ കൊല്ലാൻ ശ്രമിച്ചത്? എന്ന് ഞാനും കേട്ടു. വെടികൊണ്ടുവന്ന് ചത്തില്ലല്ലോ. ഒക്കെ ദൈവത്തിന് അറിയാം സാറേ. ആള് ചാവാറായിട്ടൊന്നും ഇല്ല. എനിക്ക് അയാളെ ജീവനോടെ വേണം.